ഹലോ, എല്ലാവർക്കും നമസ്കാരം. കാറ്ററിംഗായിട്ട് ഫുഡ് ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഇല്ല അല്ലേ? നമുക്കിന്നൊരു കാറ്ററിംഗ് സ്റ്റൈലിൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പം എന്തൊക്കെയാണ് നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്നുള്ളത് നമുക്ക് കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നോക്കാം. അതുപോലെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ നമുക്ക് താമസിക്കാൻ തുടങ്ങിയാലോ? ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്കൊരു കടായി ചൂടാകാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ചിക്കൻ, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ചിക്കന് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ ചെറിയ രീതി ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് തീ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സവോള ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ 2 മീഡിയം സവോളയാണ് എടുത്തിട്ടുള്ളത്. സവോള റെഡിയായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ചിക്കൻ ഒരു കടായിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് അതിലേക്ക് ചേർക്കാം. ഞാനിവിടെ 8 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഒരു 4 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോള അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം. സവോള ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. നെയ്യും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാനൊരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ചിക്കൻ വറക്കാൻ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കുരുമുളക് ചതച്ചതാണ്. ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ജീരകം ഉണ്ടെങ്കിൽ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു തക്കാളിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിരിക്കുന്നത്. ഇനി അതിന് ശേഷം നമുക്ക് കൈ വെച്ച് നല്ലതുപോലെ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനിലേക്ക് ആ മസാല എല്ലാം പിടിക്കുന്നത് പോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആ മസാലയൊക്കെ ചിക്കനിലേക്ക് ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പം ചിക്കനൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്കൊരു പാത്രം ചൂടാകാൻ വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സവോള വറുത്ത എണ്ണ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് തന്നെ യൂസ് ചെയ്താൽ മതി. വേറെ എണ്ണ എടുക്കേണ്ട ആവശ്യമില്ല. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ എണ്ണയൊക്കെ നമ്മുടെ ആ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി സെറ്റ് ചെയ്ത് വെക്കുക. ഇനി പാത്രം മൂടി വെച്ച് നമുക്ക് ചിക്കൻ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും. ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞപ്പം ജസ്റ്റ് ഞാനൊന്ന് അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഞാൻ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഞാൻ എന്തായാലും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സമയം കൂടെ കുക്ക് ചെയ്യാനായിട്ട് അടച്ചു വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നമുക്ക് ചിക്കൻ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ബാക്കിയൂടെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചൊരു 10 മിനിറ്റ് കൂടെ നമുക്ക് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് ചിക്കൻ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയോ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒഴിച്ച ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി തീ നമുക്ക് ഈ സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചിക്കനെല്ലാം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കാറ്ററിംഗ് സ്റ്റൈല് ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ച് നോക്കാം. അങ്ങനെ നമ്മുടെ കാറ്ററിംഗ് സ്റ്റൈല് ചിക്കൻ റോസ്റ്റ് ഞാൻ അവിടെ കഴിക്കാൻ എടുത്തിട്ടുണ്ട്. നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന്. ചിക്കൻ തന്നെ ആദ്യം നോക്കാം. ചൂടാണ്. നൂറ് ശതമാനം ഗ്യാരണ്ടി. ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ്റെ മസാലയൊക്കെ നല്ലതുപോലെ ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. 100% ഗ്യാരണ്ടി പറയുന്നു. അടിപൊളി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ട് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കട്ടെ. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സൂപ്പറായിരിക്കും കേട്ടോ. സൂപ്പർ. മസാലയുടെ കൂട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു എന്നാ പറയുന്നത്, ചിക്കൻ കടിക്കുമ്പോൾ ഒരു അകത്ത് ജ്യൂസി ആണെങ്കിൽ പുറമെ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനകത്ത് നമുക്ക് സവോള എന്നാ പറയുന്നത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ നോർമൽ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ആ കൂട്ടിൻ്റെ ഒരു അളവും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.